ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ വീട്ടിൽ ഇപ്പോൾ കൊച്ചു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുളിപ്പിച്ചിട്ട് പൗഡറൊക്കെ ഇട്ട് അതിനെ ഒരുക്കാറുണ്ട് ഇതിനെ. അപ്പോൾ നമ്മുടെ വീട്ടിലെ AC ഒക്കെ ഓണാണെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ഈ പൗഡറിൻ്റെ അതായത് ഫൈൻ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് തന്നെ ഇത് ജസ്റ്റ് AC-യുടെ ഫിൽറ്ററൊക്കെ ഇല്ലേ, അപ്പോൾ ഈ ഫിൽറ്ററിൻ്റെ ഇപ്പുറത്തേക്ക് അതായത് കോയിലിലേക്ക് വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയുക, ഫിൽറ്റർ ബ്ലോക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തേക്ക് ആ ഒരു പൗഡറിൻ്റെ അതുപോലെ കണ്ടൻസൊക്കെ വന്നു കഴിഞ്ഞാൽ ആ കോയിൽ തടിഞ്ഞിട്ട് അതിൽ വരുന്ന വെള്ളം, അത് കൂളിംഗ് സമയത്ത് വരുന്ന ആ ഒരു സെറ്റിംഗ് വാട്ടർ ഇപ്പോൾ ഇതുമായിട്ട് ചേർന്ന് അതിൻ്റെ ട്രെയിൽ ഒരു ജെല്ല് പോലെ ആയിട്ട് ട്രെയിനിൽ നിന്ന് വെള്ളം പുറത്തേക്ക്, അതായത് ട്രെയിൻ ഔട്ടായി പോകാതെ വെള്ളം അകത്തേക്ക് തന്നെ വീഴാൻ ചാൻസ് ഉള്ളു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഇപ്പം മിക്ക ആൾക്കാരും പറയാറുണ്ട് വാട്ടർ സർവീസ് ചെയ്തു ഇന്നലെ 2000 രൂപ കൊടുത്താൽ ഇങ്ങനെ പറയാറുണ്ട് തന്നെ. അപ്പം നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന വളരെ ചെറിയ മൈന്യൂട്ട് മിസ്റ്റേക്കുകളൊക്കെ ചെയ്ത്, അപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം ഷെയർ ചെയ്യുവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 500 മുതൽ 600 വരെ ലാഭിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു AC ടെക്നീഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കേസായിരിക്കാം മിനിമം ചാർജ് കൊടുത്തേ പറ്റും. അപ്പോൾ ഇതെങ്ങനെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. കാരണം അതിൻ്റെ AC-യുടെ ഫിൽറ്റർ എന്ന് പറയുന്നത് വളരെ അതിൻ്റെ ഫിൽറ്ററിന് ചിലപ്പോൾ അതിന് തടയാൻ പറ്റാത്ത പാർട്ടിക്കിൾസാണ് ഈ പൗഡർ പോലെയുള്ള മെറ്റീരിയൽ. അപ്പോൾ ഇതൊക്കെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോവിലേക്ക് വരികയും ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വെള്ളമായിട്ട് ചേർന്നിട്ട് അത് ട്രെയിൻ ബ്ലോക്ക് ആകാൻ ചാൻസ് കൂടുതലാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതൊരു ലോയിഡിൻ്റെ 110 AC ആണ്. ഇതിൻ്റെ ഫിൽറ്റർ അത്യാവശ്യം ക്ലീൻ ആണ്. ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഫിൽറ്റർ ഒന്ന് പുറത്തേക്ക് വെച്ച് കാണിച്ചു തരാം. ഇതിൻ്റെ ഫിൽറ്ററുടെ ആ ഒരു ഇഴകളുണ്ടല്ലോ, അതിൻ്റെ ഫിൽറ്ററിൽ വരുന്ന ആ ഓരോ കണ്ണികൾ, ആ കണ്ണികളുടെ അകലം കുറച്ച് കൂടുതലായതുകൊണ്ടാണ് നേരത്തെ പൗഡറിൻ്റെ കാര്യം പറഞ്ഞത്. പൗഡർ മാത്രമല്ല വളരെ ഫൈനായിട്ടുള്ള ഡസ്റ്റ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ജസ്റ്റ് പുറത്തേക്ക് എടുത്ത ശേഷം എൻ്റെ ഒരു ഇപ്പോൾ ഈ വെട്ടത്തിൽ കാണിച്ചു തരാം, അതിൻ്റെ ഒരു ഗ്യാപ്പ് കാണിച്ചു തരാം. പിന്നെ വേറൊരു കാര്യമുണ്ട്, ചില ആൾക്കാർ എയർ ഫ്രഷിന് പകരമായിട്ട് ഞാൻ സർവീസിന് പോകേണ്ടി പറയുന്നതാണ്, അവർ പൗഡർ എടുത്തിട്ട് ജസ്റ്റ് റൂമിലേക്ക് ഇട്ട് വിതറിയിടും. അപ്പോൾ ഈ ഒരു ഇതിൻ്റെ പകുതി ഭാഗവും ഇതിൻ്റെ കോവിലേക്കാണ് അടിഞ്ഞു കൂട്ടുന്നത്. അപ്പോൾ ഇത് അവർക്ക് അറിയത്തില്ല. അപ്പോൾ അവർ ജസ്റ്റ് റൂമിൽ ഫ്രഷ് ഒരു സ്മെല്ലൊക്കെ ഉണ്ടാകും. പക്ഷെ എന്നാലും എയർ ഫ്രഷിന് പകരമായിട്ട് ഇങ്ങനെയൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാലും ഇതേ ഒരു അവസ്ഥ ഉണ്ടാകും. ഇതിൻ്റെ പ്രശ്നം വേറെ ഒന്നുമില്ല, ഒരു മിനിമം സർവീസ് കൊടുക്കണമെങ്കിൽ തന്നെ ഒരു 400-500 രൂപ കൊടുക്കേണ്ടി വരും. അത് മാത്രമല്ല നമുക്ക് ചൂടെടുത്ത് അന്ന് രാത്രി മൊത്തം കഴിച്ചു വിടേണ്ട അവസ്ഥയും വരും. ഓക്കെ, അപ്പോൾ ഇതാണ് ആ ഫിൽറ്ററിലേക്ക് ജസ്റ്റ് പൗഡർ ഒന്ന് ഇട്ട് കാണിച്ചു തരാം. ഇതെല്ലാ പൗഡറും എല്ലാം ഒരു ഫൈൻ പാർട്ടിക്കിൾസ് ആയതുകൊണ്ട് ഇതെല്ലാം അപ്പുറത്തേക്ക് വരികയാണ് ചെയ്യുന്നത്. ഇതൊന്നും അവിടെ തടഞ്ഞു നിൽക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമല്ല ഫൈൻ ഡസ്റ്റ് അല്ലെങ്കിൽ വളരെ ചെറിയ മൈന്യൂട്ട് ഡസ്റ്റുകളൊക്കെയാണ് ഇതിൻ്റെ അപ്പുറത്തേക്ക് വരും. ഇതുകൊണ്ടോ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് അരിക്കുന്നതൊക്കെയാണ് ഇത്. നേരെ എല്ലാ പൗഡറും നേരെ ആ പൊടിയെല്ലാം നേരെ വരുന്ന കോവിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് ആ ഒരു ജെല്ലിയായിട്ട് രൂപപ്പെട്ട് നമുക്കിങ്ങനെ ബ്ലോക്ക് വരുന്നത്. ബ്ലോക്ക് എന്ന് വെച്ചാൽ ആ ഒരു ട്രെയിൽ വന്നിട്ട് ഇതിന് അടിഞ്ഞു കൂടും. അത് ഒറ്റ ദിവസം കൊണ്ടല്ല, പല ദിവസങ്ങളായിട്ട് ഇതേ സെയിം റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് വളരെ ചെറിയ തോതിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അതൊരു ജെല്ലിയായിട്ട് മാറുകയും പിന്നെ അത് ഒരു വാട്ടർ ലീക്കേജ് ആയി ചാൻസ് ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.